മാളൂട്ടി, മാളു അവിടെ അവിടെ നിക്ക് മാളൂട്ടി. എന്തിനാ ഇങ്ങനെ ഓടണത് മാളു? കൈ വിട്ട അപ്പ തുടങ്ങും ഓട്ടം. ഇങ്ങനെ ഒരു കുറുമ്പി. എന്തിനാ അതൊക്കെ എടുക്കണത്? ഈ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. മാളു അവിടെ നിൽക്കാൻ. എന്താ ഇതാ വാ. തീർത്ഥം ഉണ്ണികൃഷ്ണൻ നാളെ എത്തൂല്ലേ? അമേരിക്കയിൽ നിന്ന് എങ്ങനെയാ നേരിട്ട് ഒറ്റ വിമാനമാണോ? ബോംബെ വരെ, പിന്നെ മാറിക്കയറണം. എന്തായാലും നാളെ നമുക്കൊരു വിശേഷ പൂജ നടത്താം. 2-2.5 കൊല്ലം എത്തിയിട്ടുള്ള വരവല്ലേ? ആ മാളൂട്ടിക്ക് അച്ഛനെ കണ്ട ഓർമ്മ തന്നെ ഉണ്ടാവൂല അല്ലേ? അതെങ്ങനെ? ഓ മെടുക്കി. അച്ഛൻ കൊണ്ടുവരുന്ന സമ്മാനത്തിലൊന്ന് ഈ വാരസ്യർക്കും തരണട്ടോ മാളൂട്ടി. അങ്ങനെ തരുക മുയ്യോനോ മാളൂട്ടിക്കല്ലേ? ആ അമ്പടി കേമി. ഇന്ന് രാജിയുടെ മുഖത്തിനൊരു തെളിച്ചുണ്ടല്ലേ വാസന്തി? ഉണ്ടാവാണ്ടിരിക്കാ സരായനെ. നാളെ ആളിങ്ങത്തല്ലേ? ഒരു 2-2.5 മാസമെങ്കിലും ഉണ്ണിക്കൃഷ്ണൻ ലീവ് ഉണ്ടാവും. ഇല്ല രാജി? 15 ദിവസമേ ഉള്ളൂ. ലീവില്ലാത്രേ. അയ്യോ, അത് മൂക്കിൽ വലിക്കാൻ കഴിയില്ലല്ലോ. ആവൂ, അച്ഛനിങ്ങ് വന്നില്ല. അതിനു മുൻപ് അതിന്റെ പത്രാസം മുഴുവൻ മാളൂട്ടിയുടെ മുഖത്തുണ്ട്. മാളൂട്ടി വരണോ? നല്ല തണുപ്പുണ്ട്, ഒന്ന് നീന്തി തുടിക്കാം. മാളൂട്ടി കുളിക്കതാ. പറഞ്ഞ അനുസരിക്കില്ല. ജാനു, എന്തോ? ഈ ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങൾ ഉച്ചയ്ക്ക് മുമ്പേ ഇവിടെ എത്തിക്കണമെന്ന് പലചരക്കടെ പ്രത്യേകം പറയണം. ഓ ആ, നാളെ മുതൽ പാല് 2 ലിറ്ററും കൂടെ വേണമെന്ന് അമ്മുക്കുട്ടിയോടും കൂടെ പറഞ്ഞേക്കണം. ശരി. എന്തായിരുന്നു അവിടെ? അമ്പലം ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്തിയിട്ടായിരിക്കും തൊഴുതത്. നേരെ ഉച്ചയായല്ലോ. കാപ്പി ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ. ഓഹോ, കണ്ടു. ആറി തണുത്ത് പാടയും മൂടി. ഇപ്പൊ ഉണ്ടാക്കാം വേറെ. മോളെ, അച്ചമ്മയ്ക്ക് പ്രസാദം കൊടുക്ക. ഞാൻ കുളിച്ചിട്ട് ഒന്നുമില്ല. ആ പൂജാമുറിയിലെങ്ങാനും വെച്ചേക്ക്. മധുരം എനിക്കേ വേണ്ട. അച്ചമ്മയുടെ തങ്കക്കെട്ടി കഴിച്ചു. വേണ്ട. മോളെ, മോള് ഉമ്പോച്ചിയോട് പ്രാർത്ഥിച്ചോ? എന്ത്? പിന്നെ ആഹാ, അമ്പടി കള്ളി. അമ്മയുടെ കള്ളത്തരം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പോക്കോ. അപ്പവും കിപ്പൊന്നും വേണ്ട. മോള് പോ. അനങ്ങി പോരുത്, അവിടെ ഇരുന്നോണം. ഇത് എന്താടാ രാഘവ, ഇതും ചുവന്നുണ്ട്? വേറെ ആരും കിട്ടിയില്ലയോ നിനക്ക്? വേറെ ആരും കിട്ടിയില്ലെന്ന് വില ഉറപ്പിക്കുന്നതിന് മുമ്പ് 7 ആളാ പുറകില്. കൂലി കേട്ടപ്പോ തോന്നി ആ കാശുണ്ട് ഇതുപോലെ 10 പോലെ വേറെ വാങ്ങിക്കാന്ന്. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ കാശ് കണ്ടവൻ തിന്നണ്ട. അയ്യടാ, എന്റെ ബന്ധത്തിൽ ഇങ്ങനെയും കൂറുള്ള ഒരുത്തൻ ഉണ്ടായല്ലോ. കാപ്പി വല്ലതും കുടിച്ചു വിടാ നീ. അയ്യോ, എന്തൊരു വാത്സല്യമാണ് എന്റെ അപ്പച്ചിക്ക്. നോക്ക്, എന്റെ മേലാകെ കുളിരണു. കുളിരണ്ട മോനെ, ദേഹമല്ലോ കഴുതേ. ആർക്കും വേണ്ടാത്ത നിന്നെ ചെല്ലും ചെലവും തന്ന് ഞാനിവിടെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുവേ അപ്പച്ചിയെ സഹിച്ചിവിടെ കഴിയുന്നത് എനിക്ക് ഇതൊന്നും കിട്ടിയാ പോരാ. എന്താ അല്ല, ആ തേങ്ങ എല്ലാം ഉണങ്ങി കിടക്കുകയാണെന്ന് പറയാ. ഉണങ്ങും. കാലത്തെ കൊല ചുമന്ന് കാശ് കുറെ ലാഭിച്ചതല്ലേ. എന്റെ കുഞ്ഞു പോയി വല്ലതും കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചാട്ടെ. സ്നേഹമല്ല.
ഈ അച്ഛൻ എപ്പോഴാ വരുക? അച്ഛൻ ഇപ്പൊ പ്ലെയിനിലല്ലേ മോളെ? കടലിന്റെ മുകളിൽ കൂടി എപ്പോഴും വരുക? അപ്പൊ വീണാലോ? കുരുത്തക്കേട് പറയുന്നോ? ഇല്ല, വീഴല്ലേ എന്റെ തേവരെ. ഇതെവിടുന്നാ? വെറുതെ നോക്കട്ടെ. ഒന്നല്ലേ, നീ ഒന്ന് കാണിച്ചോ നോക്കട്ടെ. ആഹാ, ഇതെന്തിനാ മോക്ക്? എനിക്ക് വേണം. എന്തിനാ? അപ്പുന്റെ കഴുത്ത് കെട്ടാൻ. പട്ടുകുട്ടിയുടെ കഴുത്തിലെ റിബണോ? അച്ഛൻ വരുമ്പോ അപ്പു ചുന്നറിനാണ്ടേ. അപ്പു, ഈ അപ്പു എവിടെ? മോക്ക് ധൃതിയായി അച്ഛനിങ്ങെത്താൻ. മോക്ക് മാത്രല്ല, എന്താ ഇത്? ഈശ്വരാ, ഈ കാടൻ പൂച്ചയെ കൊണ്ട് ഞാൻ തോറ്റു. കണ്ടില്ലേ ചെയ്തു വച്ചിരിക്കുന്നത്? ഹായ്, പൂച്ചയായാലും ശരി ആരായാലും ശരി, ഇന്ന് അതിനെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. കുറെ ദിവസമായി രണ്ടിനെ ഞാൻ തേടിക്കൊണ്ട് നടക്കും. ആഹാ, അത്ര കൊള്ളില്ലല്ലോ. പിടിച്ച ഞാൻ വെറുതെ വിടുവൊന്നുമില്ല. തൊലി ഉരിച്ച് കൊത്തി എരിഞ്ഞ് കഷ്ണം കഷ്ണമാക്കും. എന്നിട്ട് നല്ലപോലെ വിറക് കൂട്ടി തീയിട്ട് കമ്പിയെടുത്ത് കോർത്ത് മുളക് അരച്ചു പെരട്ടി ചുട്ടെടുക്കും. ആഹാ, എവിടെ? ഇറങ്ങ വെളിയില്, മോശം. എന്റെ കുറുമ്പിക്കോതേ, നിന്നെ കൊണ്ട് തോറ്റു. അച്ഛനിങ്ങി വരട്ടെ. ഒന്നും വേണ്ടായിരിക്കും പിള്ളേരെ. നിക്കേ, ചെന്നു ഇറങ്ങ. ഹായ് മാളൂട്ടിയെ, അങ്ങ് വലുതായല്ലോ. അപ്പച്ചയുടെ സുന്ദരി കുട്ടി. ഇവിടെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ചെന്നുവിനെ മോടെ ചേച്ചിയാ, ദേടഗോപി മാളൂട്ടി. ഇത്രയും നേരമായിട്ട് കാണാഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എഴുത്തെങ്ങാനും കിട്ടിയില്ലയോ എന്ന്. സ്വർണ്ണ കച്ചവടം അങ്ങനെ പെട്ടെന്ന് കിട്ടറിഞ്ഞ് പോരാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ കല്യാണ സീസണും. രമേശ് ചേട്ടന് വരാൻ മടിയായിരുന്നു, ഞാൻ വിട്ടില്ല. ഉണ്ണിക്കാണെങ്കിൽ കുറച്ചു ദിവസത്തെ ലീവല്ലേ ഉള്ളൂ. ഓരോരുത്തരെ അവിടെ വന്ന് കാണാൻ അവന് സാവകാശം ഉണ്ടാവോ? പോരാത്തതിന് അമ്മയുടെ പിറന്നാളും. രാജി എവിടെ? അകത്തെങ്ങാനും കാണും. പാമോനെ. അതെ, ശതാവരി കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിച്ചൊന്ന് കുളിച്ചാലോ? രാജിയേ. കാറിലിരുന്ന് ചുട്ട് മേലാകെ ഉടഞ്ഞു. വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ രമേശൻ നായർക്ക് ശരീരപ്രശ്നം? ശരീരധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ. ശരീരധനം പ്രധാനമാ, പക്ഷെ ഇതും ശരീരത്തിന്റെ ഒരു ഭാഗമാ, അത് മറക്കണ്ട. രമേശൻ നായരെ, തമാശ കളിക്കല്ലേ രമേശൻ നായരെ? കഷായം കുടിച്ചോണ്ടിരിക്കുക. അപ്പച്ചേ, അപ്പച്ചേ.
അല്ല രാജി, തിരിച്ചു പോകുമ്പോ രാജി കൂടെ കൊണ്ടുള്ള വല്ല പരിപാടി ഉണ്ടോ അവന്? ഓ, അതൊന്നും പെട്ടെന്ന് നടക്കും തോന്നണില്ല. അതിന് ഗ്രീൻ കാർഡ് കിട്ടണമെന്നൊക്കെ എഴുതിയിരുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോ അമ്മ തനിച്ചല്ലേ ഉള്ളൂ. വിലാസിനെ വെച്ച് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു കൈ നോക്കായിരുന്നു. അമ്മയുടെ അടുത്ത് സ്ഥിരമായിട്ട് നിൽക്കാനോ? അയ്യോ, ഞാനില്ലേ. ഉള്ള കാര്യം പറയാലോ, രാജിയുടെ അത്ര ക്ഷമയൊന്നും എനിക്കില്ല. ഓ അല്ല, സൊറ പറച്ചിൽ ഇനിയും തീർന്നില്ലേ? കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കാൻ നോക്ക്. കാലത്ത് എഴുന്നേക്കാനുള്ളതാ, വിമാനത്താവളത്തിൽ പോണം. പോയി കിടന്ന് ഉറങ്ങിന് കുഞ്ഞുങ്ങളെ, മതി കളിച്ചത്. പോ പോ പോ, പോയി കിടന്ന് ഉറങ്ങടി, പോ. നാരായണ ഗുരുവായൂരപ്പാ. മാളൂട്ടി, ഇവിടെ ഈ കുട്ടികള് ഇതെന്നാ പണിയാ? റേഡിയേറ്ററിൽ ഒഴിക്കാനുള്ളതാ. ആ പെട്ടിട്ട് ചാവി ഓടി വെച്ചേ. എന്റെ കയ്യിലുണ്ട്. മക്കളെ ഓടാതെ വീഴും. വാ മോളെ, കയറ്. ഗോപി കയറിക്കേ. അല്ല, എല്ലാരും കൂടെ വീടടച്ചു പോയാൽ എങ്ങനെയാ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ലമ്മേ, രാജ കൂടെ പോന്നോട്ടെ, ഞാനിവിടെ നിൽക്കാം. ഏയ്, അതൊന്നും ശരിയാകത്തില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുള്ളതാ. ആ ശങ്കരൻ പോറ്റി വരികയാണെങ്കിൽ വൈകിട്ട് വരാൻ പറയണം. അപ്പൊ ഉണ്ണിയും കാണുമല്ലോ. പോവാൻ്റെ വാ. വല്ലതും മനസ്സിലായോ? ഓ, മോളെ, എന്റെ മാളൂട്ടിയമ്മേ. മോനെ, ദേ തുടങ്ങിയല്ലോ. ഞാൻ വരുമ്പോഴും അതെ, പോകുമ്പോഴും അതെ, ഈ കരച്ചില് തന്നെ. ഇങ്ങോട്ട് നോക്കി, ചിരിച്ചേ. ചിന്നു, വിലാസിനെ പോന്നു. ഇന്നലെ അയ്യോ, ഞങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. കണ്ടേ. രാജി വന്നില്ലേ? എല്ലാരും കൂടെ വന്നാൽ എങ്ങനെയാടാ ഉണ്ണിയെ? വീട്ടിലാരെങ്കിലും വേണ്ടേ? അമ്മയിലേക്ക് പോകുമ്പോ എന്റെ അപ്പൂനെ കൊണ്ടുപോകും. തുടങ്ങി ഒരു അപ്പു. അപ്പൂനെയല്ല, ആരെ വേണേലും കൊണ്ടുപോവാം. ആട്ടെ, ആരായി അപ്പു? ഓ, ഒരു ആശ്രയരം പിടിച്ച പട്ടി. അല്ല, നല്ല പട്ടിയാ. പട്ടിക്കുട്ടിയല്ല, എന്റെ മാളൂട്ടിയമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു കൊമ്പനാനെ കൂടി ഞാൻ കൊണ്ടുപോകും. ശരിക്കും? പിന്നെ അല്ല ഉണ്ണി, ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ അമേരിക്കയിലൊക്കെ? ഇവിടത്തെ പോലെ തന്നെ കാർ വണ്ടിയൊക്കെ ഓടിക്കാം. അല്ല, പിന്നെ അങ്ങോട്ടൊന്ന് കടന്നുകൂടാനുള്ള ഒരു... അയ്യോ, അതിന് ലൈസൻസ് മാത്രം പോരല്ലോ. പിന്നെ തലയ്ക്കകത്തൂടെ എന്തെങ്കിലും വേണ്ടേ? തമാശ. പോടാ അവിടുന്ന്. നോക്കി നിൽക്കാണ്ട് പോയി ഭക്ഷണം വിളമ്പ് രാജി. ഞാനോ ഇതേ കട്ടിലിൽ ഇതേ വിരിവിരിച്ച് മുമ്പെങ്ങോ ഞാൻ കിടന്നിട്ടുണ്ടല്ലോ. അന്ന് എന്റെ കൂടെ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അറിയില്ല. അറിയില്ല? എത്ര നാളായി മോളെ
നിന്നെ എന്റെ കയ്യിലൊന്ന് കിട്ടിയിട്ട്. വേണ്ട ഉണ്ണിയേട്ടാ. എന്താ തുമ്പി ശരിക്കും ജീവനുണ്ട്. തുമ്പിയോ? ഈ തുമ്പി കല്ലെടുക്കും. പൂവോ? അച്ഛന് വേണം, അച്ഛന് വേണം. വേണ്ട, അച്ഛന് വേറെ തുമ്പിയുണ്ട് ഇവിടെ. മോളും ചിന്നു ചേച്ചിയും കൂടി അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യണം. എന്താ അച്ഛാ? അച്ഛമ്മയുടെ കൽഭരണി ശർക്കരയുണ്ട്. അതോരോ കഷ്ണം എടുത്ത് വായിലിട്ടിട്ട് ഉമ്മർത്തി എന്തിരുന്ന് കളിക്കണം. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് അച്ഛൻ വന്ന് മാളൂട്ടിയേന്ന് വിളിക്കും. ഓടി വരണം. അച്ഛല്ലേ പതുക്കെ. ഇനി നിന്നെ വിടില്ല. കാപ്പി എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? വാ മോനെ, അമ്മയ്ക്ക് വിശക്കുന്നല്ലോ. പതിനാല് കരട്ടാ. അവിടെ ഇപ്പൊ ഇതൊരു ഫാഷനാ. വല്ലപ്പോഴും ചേഞ്ചിന് നിനക്ക് ഇവിടെ കിട്ടുന്നു നടക്കാം. നിന്റെ നിറത്തിന് തിണങ്ങും. ഇതെങ്ങനെയുണ്ടമ്മേ? ഓ, എടുപ്പതുണ്ടല്ലോ ഇത്. തങ്കം വന്നോടാ? അല്ലല്ലോ, ഒരു നിറ വ്യത്യാസം. ഞാനൊന്ന് വെളിച്ചത്ത് കൊണ്ടുപോയി നോക്കട്ടെ. തങ്കം പോലൊക്കെ ഇരിക്കുന്നു. ഇത് കണ്ടോടെ വിലാസിനി? ഉണ്ണി എനിക്കായിട്ട് കൊണ്ടുവന്നതാ. 14 കാരറ്റേ ഉള്ളൂ എന്ന് വെച്ച് അവൻ കൊണ്ടുവരുമ്പോ അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ? നോട്ടേമ്മേ, നല്ല പാറ്റേണാ. സാരമില്ല, അമ്മ എടുത്തോട്ടെ. $5 കാണാനുണ്ടല്ലോ. ആ മടിയമ്മത്തായി എന്നെ പറ്റിച്ചത്. അച്ഛമ്മ വാ, എന്താ? ഒരു വട്ടം കാണിച്ചു തരും. വാ. എന്താ കുഞ്ഞേ? അച്ഛമ്മ വാ. ഈ കുഞ്ഞിന്റെ ഒരു കാര്യം എന്താടി? ഇനി മാറിയിട്ടില്ല. ഞാനും പേടിച്ചു പോയി. വന്ന് കിടക്കാൻ നോക്കുന്നുണ്ടോ? നേരത്തെ എഴുന്നേക്കേണ്ടതാ.
നാളെ ശയന പ്രദക്ഷിണത്തിന് പോകുമ്പം അവന് നല്ല ശുദ്ധവും വൃത്തിയൊക്കെ വേണ്ടതാ. അതുകൊണ്ട് നീ മോളെ അവന്റെ കൂടെ കിടത്തേച്ചേ. നീ എന്റെ കൂടെ വന്ന് കിടന്നോ. നാരായണ, ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ, വന്ന് കിടക്ക എന്റെ രാജിയെ. കഥ കിടക്കട്ടെ. എന്റെ നടുവിന് എന്തൊരു വേദനയാ. നാരായണ, നാരായണ. രാജിയെ, ഇന്ന് അച്ഛനും മോളും കൂടെ അങ്ങ് ഉറങ്ങിയാ മതി. ഗുരുവായൂരപ്പാ, ഗുരുവായൂരപ്പാ. ഓ, ദേവർക്ക് നമ്മുടെ വിഷമം മനസ്സിലാവും. ഞാനാ ഉണ്ണി. ഉണ്ണിയായിരുന്നോ? എന്താ പുറത്ത്? ഉറക്കം വന്നില്ല. രാഘവട്ടം ഉറങ്ങില്ലേ? ഉറങ്ങി ഉറക്കം സുഖമായിട്ട് ഉറങ്ങി. ഞാനേ ഒരു കഷായം കുടിക്കുന്നുണ്ട്. ഈ മൂത്രത്തിലെ കല്ലില്ലേ, അത് അലിയിച്ച് കളയാനുള്ളതാ. നാണുവൈദ്യരുടെ കുറിപ്പടിയാ, ബഹുകേമം. കേട്ടോ ഉണ്ണിയേ, ഈ കഷായത്തിന്റെ ഒരു പ്രത്യേകതയാ മൂത്രശങ്ക. രാത്രി ഒരു 3-4 തവണ ഒരു ഗുണം ഉണ്ടാവും പോവാൻ. ഔഷധ ഗുണമുള്ള മൂത്രമാ. കുളിമുറിയിൽ ഒഴിച്ചാൽ വെറുതെ പോവും. ഇവിടെ ആകുമ്പോ ഒരു വളവുമായി. എങ്ങനെ ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ ഭയങ്കര ആശ്വാസം. ഇനിയിപ്പോ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അതല്ലേ പ്രശ്നം. ഇത് കഴിഞ്ഞാ പിന്നെ കൊറേ നേരം കാറ്റും കൊണ്ടിങ്ങനെ നടക്കണം. പിന്നെ വെളുപ്പാങ്കാലത്ത് എങ്ങാനും ഒരു ഉറക്കം കിട്ടിയെങ്കിലായി. ഏതായാലും ഉണ്ണിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. വല്ലതും പറഞ്ഞോണ്ട് നടക്കാം. അതല്ലോ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നമുക്ക് സമാധാനമായിട്ടൊന്ന് കാണാനും പറ്റില്ല. ഞാനെന്ന് തമാശക്ക് എടുത്തെങ്കിലും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. റിലേഷൻസ് ഉണ്ട്. അവിടെങ്ങാനും കടന്നു കൂടിയാൽ വല്ല പണി ഒപ്പിക്കാവോ? എത്ര കാലമാണ് വരുന്നുണ്ട്. ഈ മുൻവശത്തെ കഥ അങ്ങ് അടച്ചേക്ക് കേട്ടോ. ഇനി വരാം. നോക്കി നിൽക്കാതെ അങ്ങോട്ട് കേറ്. നേരെ ഒരുപാടായി. വിഘ്നേശ്വര, എന്റെ മോന് ഒരേ ആപത്തും വരുത്തരുതേ. ഇവൻ 6 മാസം പ്രായമുള്ളപ്പോ ഇവന്റെ അച്ഛൻ മരിച്ചതാ. അന്ന് മുതല് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നോക്കിയാ ഞാൻ ഇവനെ വളർത്തിയെ. മോളെ,
അച്ഛനെ നല്ലോണം ഉരുട്ടുമോളെ ഉരുട്ടുമോളെ. പതുക്കെ പതുക്കെ മണ്ണുള്ളതാണ്. എന്റെ ദീർഘായുസിന് വേണ്ടി മോൻ അമേരിക്ക വെച്ച് നേർന്നതാ. യവന് ഞാനെന്ന് വെച്ചാ അങ്ങ് ജീവനാ. ദീർഘായുസിന് വേണ്ടിയൊന്നും അല്ല, അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടിട്ടാ. നിന്നോട് ചോദിച്ചില്ല. ആ അച്ഛനെ ഉരുട്ടുമോളെ. നാരായണ നീ നാരായണ മേല് വേദനിക്കുന്നുണ്ടല്ലേ? ആ നാരായണ. അവര് നല്ലോണം കടാക്ഷിക്കട്ടെ. ഇവിടെ ആരും ഇല്ലേ? ഹൈ, വീടൊക്കെ ഇങ്ങനെ മലത്തെ തുറന്നിട്ടിട്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഇതിപ്പോ വീട് വരെ പൊക്കിക്കൊണ്ടുപോയി ആരും അറിയില്ലല്ലോ. അയ്യേ, ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. ആരാ? മൂത്തമ്മാൻ. മുത്തണ്ണാനോ? ഇതും ശരിയാവില്ലല്ലോ. ആ, അച്ചമ്മ എവിടെ? വിളിക്കേ. അച്ഛമ്മേ. ഈ പിരിവുകാരെ കൊണ്ടു ശങ്കുമാനോ? എന്താ സംശയമുണ്ടോ? വേറെ ആരുടെങ്കിലും ചായ തോന്നുന്നുണ്ടോ? അല്ല, ഈ ഇലക്ഷൻകാർ വോട്ട് ചോദിക്കാൻ വരാറുണ്ടേ. പെട്ടെന്ന് കണ്ടപ്പോ ഒറ്റ ആരെയാ അത്? ഞാനാടി സരസ്വതി. ശങ്കുമാൻ വന്നിരിക്കണോ? ആ ശങ്കുവാപ്പയോ? കാണാതായപ്പോ ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞയച്ചാലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. അതൊക്കെ എത്തേണ്ട സമയത്ത് ഞാൻ എത്തില്ലേ എന്റെ പെങ്ങളെ. എന്താ സരസ്വതി നിനക്കൊരു ക്ഷീണം? ഓ ഒന്നും പറയണ്ട എന്റെ ഓപ്പേ. എന്താ പറ്റിയേ? ഈയിടെയായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം വയറ് വന്ന് ഭമ്മന്നങ്ങ് വീർക്കും. പുറത്തേക്ക് വിടുമ്പം ചൂന്നങ്ങ് ചൊട്ടും. ഉവ്വോ? അകത്തേക്ക് എടുക്കുമ്പോ വീർക്കും, പുറത്തേക്ക് വിടുമ്പോ ചൊട്ടും. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അല്ല. ആ ആ ഈയിടെയായിട്ട് അപ്പച്ചിക്ക് പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്. അതെന്താ? ആ എവിടെങ്കിലും ഇരുന്നാ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. എങ്ങനെ എങ്ങനെ? എവിടെങ്കിലും ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാതെ ഒരടി നടക്കാൻ പറ്റില്ല. ഉവ്വോ? രാഘവ ഓപ്പ ഇരുന്നാട്ടെ. ഉണ്ണി ഒറ്റ തൊഴി. സൂപ്പിക്കല്ലേ സൂപ്പിക്കല്ലേ. നീ ഈയിടെയായിട്ടൊന്ന് കൊഴുത്തല്ലോടാ രാഘവ. ചുമ്മാ അല്ല, പണിയെടുത്തിട്ടാ. ആ, നിന്റെ പണിയൊക്കെ എനിക്കറിയാം. ശങ്കുമാനോ? ആ, ഉണ്ണി വന്നത് ഞാൻ അറിഞ്ഞു. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ശങ്കുമാൻ കുറച്ചാൾ നാട്ടിലൊന്നും ഇല്ലായിരുന്നു ഉണ്ണിയെ. കാശി വരെ ഒന്ന് പോയി. ശങ്കുമാനെ കാശിക്ക് പോണ പ്രായമൊക്കെ അയൊക്കെ എപ്പോഴേ കഴിഞ്ഞു. കാശിക്ക് പോയതേ ഭജനിരിക്കാനല്ല, പിന്നെന്തിനാണാവോ? 1 കിലോ ആപ്പിള് വാങ്ങാൻ. ഒന്ന് പോടാ അവിടുന്ന്. ബിസിനസിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയതാ. അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഒരാള് വന്നാ എന്താ വേണ്ടേന്ന് ചോദിക്കുക. ഇതൊക്കെ നീ എന്നാടാ പഠിക്കരാകവാ? ഇപ്പൊ എന്താണാവോ വേണ്ടത്? സംഭാരം, ഇഞ്ചി, മുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് താൻ തന്നെ പോയി എടുത്തിട്ട് വാ. ജാനുവരത്തി ശങ്കുമാന് കുടിക്കാൻ കുറച്ച് സംഭാരം. ജോലിക്ക് ആളെ വെച്ചിട്ടുണ്ടേ. ഇങ്ങോട്ട് വരടോ. എന്റെ പെങ്ങളുടെ പുക